ഗുഡ് മോർണിംഗ്. ചിലപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിങ്ങളടുത്ത് പ്രിപ്പയർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കും. അതായത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ നമുക്കതിനെ വേറൊരു രീതിയിൽ പറയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോഫിറ്റിൽ നിന്ന് എന്തെല്ലാം അപ്രോപ്രിയേഷൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം മാറ്റി വെക്കുന്നുണ്ടോ അതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടാവാം, ടാക്സ് കൊടുക്കുന്നുണ്ടാവാം, അങ്ങനെയുള്ള എന്തൊക്കെ പ്രോഫിറ്റിൽ നിന്ന് വരുന്ന അപ്രോപ്രിയേഷൻസ് ഏതൊക്കെയാണോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി എത്ര പ്രോഫിറ്റ് ഉണ്ട്, അല്ല സർപ്ലസ് ഉണ്ട് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നും പറയും. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോബ്ലം വെച്ചിട്ട് നോക്കാൻ ചെയ്യുന്നത്. ഫ്രം ദ ഫോളോയിങ് പ്രിപ്പയർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഇസ് ഗിവൺ. അതേപോലെ ബാലൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് പ്രീവിയസ് ഇയർ. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റും തന്നിട്ടുണ്ട്, ഈ വർഷത്തെ പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര വരും? 12,50,000 ഉണ്ടാവും. Then 10% preference share capital is given 5 lakh. നമ്മുടെ equity share capital 4 lakh. Transfer of debenture sinking fund 51,500. ഇങ്ങനെയൊക്കെ തരുന്ന സമയത്ത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രിഫറൻസ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിന് പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടാവാം, അതിനുള്ളൊരു അപ്രോപ്രിയേഷൻ വേണം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് ഇപ്പോൾ ഡിവിഡൻഡ് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു അപ്രോപ്രിയേഷൻ പ്രോഫിറ്റ് എന്ന് വേണം. അതേപോലെ സിങ്കിങ് ഫണ്ടിലേക്ക് ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് സിങ്കിങ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി മാറ്റുന്നതും പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ച് അപ്രോപ്രിയേറ്റ്, ഇതെല്ലാം പ്രോഫിറ്റ് എന്ന് വരുന്ന അപ്രോപ്രിയേഷൻസ് ആണ്. സോ ഓൾ ദീസ് ഷുഡ് ബി കൺസിഡേർഡ് വൈൽ കാൽക്കുലേറ്റിംഗ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് അക്കൗണ്ട്. വേറൊരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്, ഡിവിഡൻറ്റ് ഉണ്ടെങ്കിൽ ഡിവിഡൻറ്റിൻ്റെ മുകളിൽ കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. നോക്കാം. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാവ് പ്രൊപ്പോസ്ഡ് 15% ഡിവിഡൻറ്റ് ഓൺ ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ 15% ഡിവിഡൻ്റ് ആണ് ഇക്വിറ്റി ഷെയറിന് മുകളിൽ. പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഇവിടെ തന്നെ തന്നിട്ടുണ്ട് 10% ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സോ ഫസ്റ്റ് യു ഹവ് ടു ഫൈൻഡ് ഔട്ട് ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓഫ് ദ പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് അത് കൊടുക്കുക. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ കറൻറ്റ് ഇയർ. സോ യുവർ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 35 lakhs ആണ്. ഈ 35 lakhs എന്നാണ് നിങ്ങൾ അപ്രോപ്രിയേഷൻസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഏതൊക്കെയാണ് അപ്രോപ്രിയേഷൻസ് എന്നുള്ളതാണ്. ലെസ് അപ്രോപ്രിയേഷൻസ്. ഫസ്റ്റ് ഐറ്റം പ്രിഫറൻസ് ഡിവിഡൻറ്റ്. നമ്മളോട് പ്രിഫറൻസ് ഡിവിഡൻറ്റ് എത്രയായിരുന്നു പറഞ്ഞത്? 10% ആണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. 5 lakh ആണ്. അപ്പോൾ 5 lakhൻ്റെ 10% ആണ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് എന്ന് പറയാം. അപ്പം പ്രിഫറൻസ് ഡിവിഡൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 10% ഓഫ് 5 lakh. അപ്പോൾ 50,000 വരും. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഫൈൻഡ് ഔട്ട് കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ്, CDT കാണാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, എപ്പോഴും ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൽ നിന്ന് ഏതും കൂടെ എടുത്തിട്ടുണ്ടാവാം, ഡിവിഡൻറ്റും കൂടെ ടാക്സും കൂടെ എടുത്തിട്ടാണ്. ഇപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും, ടാക്സും കൂടെ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായാലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിലും കൊടുക്കുന്നത് ഡിവിഡൻ്റായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? CDT കണ്ടുപിടിക്കണം. CDT കണ്ടുപിടിക്കണമെങ്കിൽ ഈ 50,000ൻ്റെ മുകളിലല്ല കാണുക. ഈ 50,000 അറൈവ് ചെയ്തത് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ടാക്സ് ആണ്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എന്ത്? ഗ്രോസ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്. അപ്പോൾ ഈ ഗ്രോസ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എത്രയാണോ നിങ്ങളെ പ്രിഫറൻസ് ഡിവിഡൻറ്റ് നോക്കുക. ഇപ്പം ഗ്രോസ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് കാണാൻ 50,000 ഇൻറ്റു 100/85 ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതെന്ന് പറയുന്നത് 58,824. ഇതാണ് ഗ്രോസ് ഡിവിഡൻറ്റ്. ഇതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്തിട്ടാണ് അവരെന്ത് കൊടുത്തിട്ടുള്ളത്? they have given dividend. So CDT എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. സോ 58,824 ഇൻറ്റു CDT റേറ്റ് അറിയാലോ എങ്ങനെയാണ് ഈ 17.472 കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ 17.472%. സോ യുവർ CDT ഓൺ പ്രിഫറൻസ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് 10,278 ആണ്. ഓക്കെ, അപ്പോൾ 10,278 എന്താക്കിയിട്ട് കൊടുക്കുക? കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ് ഓൺ പ്രിഫറൻസ് ഡിവിഡൻറ്റ്. സെയിം വേ കാൽക്കുലേറ്റ് ഇക്വിറ്റി ഡിവിഡൻറ്റ്. ഇക്വിറ്റി ഡിവിഡൻറ്റ് എത്രയാണ്? 15% ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതായത് തന്നിട്ടുണ്ട് 15% ഡിവിഡൻറ്റ് ആണ് എന്നുള്ളത്.
അപ്പം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 4 lakh ആണ്. 4 lakhന്റെ മുകളിൽ 15% എന്ന് പറയുമ്പം ഇക്വിറ്റി ഡിവിഡൻഡ് എത്ര വരും? 60,000 വരും. ഇതിൻ്റെ മുകളിലും CDT കാണണം, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഗ്രോസ് ഇക്വിറ്റി ഡിവിഡൻഡ് കണ്ടുപിടിക്കുക. 60,000 × 100/85 എത്ര വരും? 70,588 വരും. ഓക്കെ, അപ്പം അതെ CDT എന്ന് പറയുന്നത് 70,588 × റേറ്റ്. CDT റേറ്റ് 17.472, 12,333. അപ്പം നമ്മൾ CDT ഓൺ ഇക്വിറ്റി ഡിവിഡൻഡ് എന്ന് പറയുന്നത് 12,333 കിട്ടും. ഇനി ഒരു അപ്രോപ്രിയേഷനും കൂടെ ഉള്ളത് ട്രാൻസ്ഫർ ടു ഡിബെഞ്ചർ സിങ്കിങ് ഫണ്ടാണ് 51,500. ആ എമൗണ്ട് അങ്ങനെ തന്നെ എടുക്കുക. സോ ടോട്ടൽ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് എത്ര വരും? 1,84,111. സോ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 33,15,889. അതായത് ഇവിടെ സർപ്ലസ് തന്നെയാണുള്ളത്. മനസ്സിലായല്ലോ? അപ്പം ഈ ഒന്നുകിൽ സർപ്ലസ് ആവാം അല്ലെങ്കിൽ ഡെഫിസിറ്റ്. അവിടെ നെഗറ്റീവ് ഫിഗർ വരികയാണെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ക്ലിയർ ആണോ?